കലാനൂറുണ്ട് പില്ലോ അടക്കമുള്ള സെറ്റാണ് രസമായി അഞ്ഞി നിർത്തി നോക്കി എക്സാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിതാ കാലിക്കറ്റ് ഷോപ്പിങ്ങിന് പോയതാണ്. ബെഡ്ഷീറ്റൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. എൻ്റെ ഉമ്മാൻ്റെ കൂടെയാണ്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലേക്ക് 2 ബെഡ്ഷീറ്റൊക്കെ വേണമെന്ന് പറഞ്ഞ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നാവോ നാളെ ആവോ എന്നുള്ള നോമ്പ് ആ ഒരു ടെൻഷനിലല്ലേ എല്ലാവരും. അപ്പോൾ ഇതാ നമ്മൾ നോമ്പിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. തലേ ദിവസത്തെ ഒരുക്കങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അല്ല രണ്ടും വ്യത്യാസമുണ്ട്. പക്ഷെ ഏകദേശം ഒരു ഡാർക്ക് ഷെയ്ഡാണ്. കാരണം എന്താ പറയാ കുട്ടികളെ പില്ലോ ഉള്ള സെറ്റാണ്. ഞാനങ്ങനെ പറഞ്ഞു രസമായി അഞ്ഞി നിർത്തി നോക്കി വലിയതാണ് മിക്സ് ആണ്. രണ്ടും കൂടെ തിരുമ്പാനും സുഖമാണ്. തരി കോട്ടനായ ചപ്പ് അതുകൊണ്ട് കോട്ടനപ്പം നല്ല പറഞ്ഞിട്ട് വരില്ല. സ്വിസ് കോട്ടനായ അലക്കാനൊക്കെ ചളി പിടിച്ചൂല ചപ്പ് പിടിച്ചില്ല. കുട്ടിയെ ആരോഗ്യമാണ് ബുക്കിൻ്റെ ഉള്ളിൽ. ഇത് രസമായി സംഭവം രസം. സാരിയാണ് ഫുള്ള് നിർത്തിയാണ്. ഇങ്ങനെ അറിയില്ല. അപ്പം ഞാൻ 2 ഡാർക്ക് ബെഡ്ഷീറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഉമ്മാക്ക് നല്ല ഇഷ്ടമായിട്ടോ. അപ്പം ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഇക്കതാ നമ്മുടെ പുതിയ വാഷിംഗ് മെഷീൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈപ്പ് കീറലും അതിന് വേണ്ടിയിട്ടുള്ള കണക്ഷൻ ഇടലൊക്കെ ആയിരുന്നു ഇക്കും ഹസൂട്ടിയും. ഇക്ക പിന്നെ എന്ത് പണിയെടുത്താലും ഹസൂന് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. അവനും പോയിട്ട് ഇക്കാൻ്റെ കൂടെ സഹായിക്കണം എന്ന് പറഞ്ഞ് പണിയെടുക്കും. അപ്പോൾ ഇത് ഇക്കതാ ഭയങ്കര ടയർഡായിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ ഇക്ക കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ ഇക്കത ഇവിടെ ഓരോ ചാലൊക്കെ കീറിയിട്ട് അതിലിതാ പൈപ്പൊക്കെ ഫിറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. കാരണം ഇപ്പം ഇനി നോമ്പൊക്കെ വരുമ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അലക്കാൻ. അപ്പോൾ നമുക്ക് എന്തായാലും നോമ്പ് പോയിട്ടിട്ട് അലക്കൽ എന്തായാലും നടക്കുന്ന കാര്യമല്ല. കുറച്ച് ഉണ്ടാവും എനിക്ക് അലക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതാ ഇക്ക തന്നെ എല്ലാം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. നാളെ നോമ്പാണെങ്കിൽ നമുക്ക് ഇനി എന്തായാലും കഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് ഇക്കന്നെ രാത്രി ആണ് ഏകദേശം പണി കഴിഞ്ഞ് നല്ല ടയർഡായിട്ട് ഇക്ക. അതിന് ശേഷം ഹസുമോനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാൻ ഇന്നിട്ടിട്ടുള്ള ഡ്രസ്സ് ഞാൻ ഇന്ന് ബെഡ്ഷീറ്റിൻ്റെ കൂടെ വാങ്ങിച്ചാണ്. നൈറ്റ് ഡ്രസ്സായിട്ട് ചെറിയ ഷോർട്ട് ടോപ്പും ടോപ്പ് മാത്രമാണ്. വേറൊരു കളറോട് വാങ്ങിച്ചത് ഭയങ്കര ചൂടില്ല. അപ്പോൾ മാക്സി ആയിരുന്നു ഞാൻ അധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലത്തെ ഈ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ തന്നെയാണ്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ഹോൾസെയിൽ 2 എടുത്തത്. അതായത് ഒരു ഇന്നർ ഉണ്ട് കൂടെ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ഇതുപോലത്തെ ഒരു കോട്ടാണ്. അതാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ഇതും ഞാൻ എനിക്ക് വേണ്ടി ഇട്ടതാണ്. ഈ സെയിം സാധനം നമ്മുടെ സ്റ്റോറിലുണ്ട്. നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഉള്ളിൽ കണ്ടില്ലേ നല്ലൊരു ഇന്നറൊക്കെ. അപ്പോൾ ആളെ വായിപ്പിക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ പുറത്ത് കൊണ്ടുപോയിട്ട് കഞ്ഞി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ രാത്രി കുറച്ച് ദിവസമായിട്ട് കഞ്ഞി കൊടുക്കുന്നുണ്ട് ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട്. ഉമ്മാക്ക് ഇഷ്ടമാണ് കഞ്ഞി കുടിക്കുന്നത് കേട്ടോ ഹസുമോന്. അപ്പം ഞാൻ ഈ നൈറ്റിൽ ഇപ്പോൾ ഇതാ നല്ല കഞ്ഞിയൊക്കെയാണ് കൊടുക്കുന്നത്. ആൾ കുടിക്കാൻ ഭയങ്കര മടിയാണ്. എന്നാലും ഞാനിങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇതാ പുറത്ത് പോയിട്ടാണ് കൊടുക്കുന്നത്. അവിടെ പുറത്ത് ആ ഒരു വാഷിംഗ് മെഷീൻ്റെ പണി നടന്നുകൊണ്ട് തന്നെയാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം ഇന്ന് നോമ്പാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കണം. നമ്മൾ പ്രത്യേകിച്ചൊന്നും തയ്യാറാക്കിയിട്ടില്ലല്ലോ. ഇനി ചോറും അതുപോലെ ഉപ്പേരിയും കറിയൊക്കെ ഉണ്ടാക്കണം. സാധാരണ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. നോമ്പാവും എന്ന് അറിയുമ്പോഴാണല്ലോ എല്ലാവരും ഒക്കെ ഒരുങ്ങുക. അപ്പോൾ നമുക്കിതാ പലച്ചക്കേക്കുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ കിച്ചണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഉപ്പേരിയും അതുപോലെ തന്നെ താളിപ്പൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്.
അപ്പോൾ നമ്മൾ കോവക്കുപ്പേരി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ താളിപ്പാണ് വിചാരിച്ചിട്ടുള്ളത്. ചിരങ്ങ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും താളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഉമ്മ കുക്കറിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ കുക്കറിൽ ഉപ്പേരി വെക്കൽ എങ്ങനെയാണ്. അതോട് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞു കൊടുക്കുകയാണ് ഉമ്മക്ക് ചെയ്യുന്നത്. വേവിക്കാനും ഉമ്മ വേവിക്കാമെന്ന് പറഞ്ഞു. കാരണം ഉമ്മക്ക് കുക്കറിൽ ചെയ്യുന്ന ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഒരുവിധം ഉപ്പേരിയും അതുപോലെ തന്നെ താളിപ്പും കറി എല്ലാം അധികം ഉമ്മ കുക്കറിലാണ് ഉണ്ടാക്കാറ്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു പാകത്തിനായാലും എല്ലാം നല്ല ടേസ്റ്റാണ്. ഉപ്പേരി എങ്ങനെയാണ് വെക്കുന്നതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതും ഞാനിതിൽ കാണിച്ചു തരാം. പൊളിച്ചക്കേക്ക് വേണ്ടിയിട്ട് എനിക്കൊരു ജ്യൂസ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ക്യാരറ്റും അതുപോലെ തന്നെ മഞ്ഞ വത്തക്കയാണ് കേട്ടോ. അതോടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ പഞ്ചസാര ഒന്നും ആഡ് ചെയ്ത് കൊടുത്തില്ല. കുറച്ച് വെള്ളമോടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിത് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ എണീറ്റിട്ട് ഉടൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. മീന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അടിച്ച് വെച്ചു. ഇനി നമ്മൾ മോരിലേക്ക് ആഡ് ചെയ്യുന്നു. ഇംഗ്ലീഷൊക്കെ പഠിച്ചില്ലേ? തൊണ്ടുകൂടുന്ന സംഭാരമൊക്കെ മനസ്സിലായോ? ഇനി നോക്കി നമ്മൾ ചോക്കിയ കുറച്ച് വെള്ളം വേണ്ട. പുളിയുണ്ടൊക്കെ പുളിയില്ല. അപ്പോൾ അത് രാത്രിക്കേക്ക് ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറ് കുറച്ചുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് ഗോതമ്പ് കഞ്ഞിയോടെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതുകൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്കിഷ്ടപ്പെട്ടൊരു സംഭവമാണ് നമ്മൾ മുരിങ്ങ വളർത്തിയത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇഷ്ടമുള്ളവരൊന്ന് പറയണം കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടം തന്നെ ആയിരിക്കും. അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. നമ്മൾ കുക്കറിൻ്റെ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കർ ഉപ്പേരി വെക്കാൻ വേണം, താളിപ്പ് വെക്കാൻ വേണം. അതന്നെ ഒഴിച്ചണ ചേർത്ത ബെൽറ്റുണ്ട് ഇവിടെ. ചെറുതിലാണ് കഴിക്കാപ്പിന്നെ കുറേ കൈകണ്ടല്ലോ. ഇപ്പം നമുക്ക് കുടിക്കാനല്ലേ കുറച്ചൊക്കെയാണ് ഒഴിച്ചാൽ ഇടങ്ങേറാ. ഇക്കാ ഒരു പാക്ക് പാലുണ്ട് കേട്ടോ. വേറെ എന്തെങ്കിലും പലിശക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നോളി. ഫ്രൂട്ട്സ് അതൊക്കെ ഇനി മുന്തിരി ഉണ്ട് വേണമെങ്കിൽ. മുന്തിരി പുളിയല്ലേ. അപ്പോൾ പൊലിച്ചക്കേക്ക് വേണ്ടിയിട്ട് എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ചുടുവെള്ളം അതുപോലെ തന്നെ നമ്മൾ തൈര് എല്ലാം സെറ്റാക്കി ഇങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഉപ്പേരിൻ്റെ കേട്ടോ, നല്ല രീതിയിൽ എങ്ങനെയാണ് കുക്കറിൽ ഉപ്പേരി വെക്കാമെന്ന്. അപ്പോൾ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ സാധാ യൂസ് ചെയ്യുന്നതിൻ്റെ കടകും അതുപോലെ തന്നെ കരിവേപ്പിൻ്റെയും പച്ചമുളകൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒറ്റ വിസിലിന് ഓഫ് ചെയ്യുക. വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇങ്ങനെയാണ് ഇവിടുത്തെ ഉമ്മ കുക്കറിൽ നമ്മുടെ ഉപ്പേരി വെക്കൽ കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഞാൻ പറഞ്ഞപ്പം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇപ്പോൾ കാണിച്ച മാതിരി ആഡ് ചെയ്തിട്ട് ഒരു വിസിൽ വന്നിട്ട് ഓഫ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു കുക്കറിൽ നമ്മളിതാ താളിപ്പ് വെക്കുന്നുണ്ട്. ചെരങ്ങ താളിപ്പാണ്. അപ്പോൾ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഉമ്മ കുറച്ച് ആവശ്യത്തിന് വെള്ളം കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് അതിൽ തീമ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അത് നമ്മളിത് വെള്ളം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം പാത്രത്തിലൊന്ന് ഇതാക്കാൻ വെക്കുന്നുണ്ട്, വറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഓട്സാണ് ഉണ്ടാക്കുന്നത് പൊലിച്ചക്കേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് ഡയറ്റിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോമ്പാകുമ്പോഴും കുറച്ച് ഇതിലൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓട്സാണ് കഴിക്കുന്നത്. കുറച്ച് പാലിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ തുടർന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ നോമ്പല്ലേ, നോമ്പിൻ്റെ ഓരോ വിഭവങ്ങളും വെറൈറ്റി സ്നാക്സൊക്കെ ആയിട്ട് നമുക്ക് ഓരോ വീഡിയോയിലായിട്ട് കാണാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നോമ്പിൻ്റേതായിട്ടുള്ള റെസിപ്പിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിച്ചാൽ മതി.
ഇൻഷാല്ലാ നമ്മൾ ഓരോ വീഡിയോസ് ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നത്. അപ്പം ഞാൻ ഓട്സ് വെന്തതിന് ശേഷം കുറച്ച് നട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അത്തിപ്പഴം, ബദാം, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, പിന്നെ കാരക്ക, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇതാ വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി എന്തെങ്കിലും ഫ്രൂട്ടോ സ്ട്രോബെറിയോ അല്ലെങ്കിൽ ആപ്പിളൊക്കെ ജസ്റ്റ് കട്ട് ചെയ്ത് ഇടാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പൊലിച്ചക്കത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനിതാ നല്ല തിക്കിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ വേറൊരു ആളയുടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ ചിയാ സീഡാണ്. അത് ഞാൻ പുതിർത്തിട്ടില്ല, ജസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി വെക്കുമ്പോൾ തന്നെ അത് ഓൾറെഡി അതിൽ ഇതായിക്കോളൂ കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ ഓട്സ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ബാക്കി ഇതാ നമ്മൾ ചിരങ്ങി ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൂമിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തെടുത്തിട്ട് കുറച്ച് ചെറിയുള്ളി അതുപോലെ തന്നെ നമ്മൾ കരിവേപ്പിൻ്റെയിലൊക്കെ ഇട്ടിട്ടൊന്ന് വറവ് ഇത് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താ രാത്രി കുറച്ച് കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ച് കുറച്ച് അതുപോലെ നമ്മൾ ഓട്സ് ഉണ്ടാക്കിയതും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അതിൽ പഞ്ചസാരയൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ ഗോതമ്പ് കഞ്ഞിയുണ്ട്. പിന്നെ ഉപ്പേരിയൊക്കെ എടുത്തിട്ട് ഇതാണ് ഞാൻ നൈറ്റിൽ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പൊലിച്ചൊക്കെ നമുക്ക് എണീക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ എടുത്തതാണ്. അപ്പോൾ അത് പൊലിച്ചൊക്കെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഉപ്പി എല്ലാവരും എണീറ്റിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഒരു 4 മണിക്ക് എണീറ്റിട്ടുണ്ട്. കുറച്ച് നേരത്തെ തന്നെ എണീക്കാമെന്ന് വിചാരിച്ചു.